ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. MLA-മാർ ആരുടെ പേരെഴുതി നൽകുമെന്നത് വലിയ ആകാംക്ഷ. നിർണായക കോൺഗ്രസ് യോഗം ഇന്ന്. യോഗം നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ. മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് പോര് തുടരുന്നതിനിടെ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MLA-മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഹൈക്കമാൻഡ് നിയോഗിച്ച AICC നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം. MLA-മാരിൽ നിന്നും നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷം ഇന്ന് തന്നെ AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങും. തമിഴ്നാട്ടിൽ റിസോർട്ട് രാഷ്ട്രീയം. AIADMK നിയുക്ത MLA-മാർ പുതുച്ചേരിയിലെ റിസോർട്ടിൽ ഇന്ന് സത്യപ്രതിജ്ഞ ഉണ്ടായേക്കില്ല. സർക്കാർ രൂപീകരണ ചർച്ചകൾ നടക്കുന്നതിനിടെ തമിഴ്നാട്ടിൽ വീണ്ടും റിസോർട്ട് രാഷ്ട്രീയം. AIADMK നിയുക്ത MLA-മാരെ പുതുച്ചേരിയിലെ റിസോർട്ടിലേക്ക് മാറ്റി. MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച് ഉടൻ സത്യപ്രതിജ്ഞ നടത്തുവാൻ വിജയുടെ TVK തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് നടപടി. സുവേന്ദു അധികാരിയുടെ സഹായി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. പശ്ചിമബംഗാളിൽ BJP നേതാവ് സുവേന്ദു അധികാരിയുടെ സഹായി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് റാത്ത് എന്നയാളാണ് കൊല്ലപ്പെട്ടത്. പോലീസ് അന്വേഷണം തുടങ്ങി. 4 റൌണ്ട് വെടിയേറ്റു. കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെയാണ് വെടിയേറ്റത്. ബുധനാഴ്ച രാത്രി കൊൽക്കത്തയ്ക്ക് അടുത്തുള്ള മധ്യഗ്രാം പ്രദേശത്ത് വെച്ചാണ് ചന്ദ്രനാഥ് ദത്ത് കൊല്ലപ്പെട്ടത്. പത്തനംതിട്ട രഞ്ജിത വധക്കേസ് പ്രതിക്ക് 25 വർഷം കഠിന തടവ്. പത്തനംതിട്ട റാന്നി കിക്കുഴൂരിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിക്ക് 25 വർഷം കഠിന തടവും 3.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 27 വയസ്സുകാരി രഞ്ജിതയെ കൊലപ്പെടുത്തിയ അതുൽ സത്യനെയാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2023 ജൂൺ 24-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. TVKയ്ക്ക് പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടില്ല അണ്ണാ DMK. TVKയ്ക്ക് പിന്തുണ നൽകാമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് അണ്ണാ DMK. പ്രചരിച്ച വാർത്തകൾ ശരിയല്ലെന്ന് മുൻമന്ത്രി KP മുനിസ്വാമി പറഞ്ഞു. 47 നിയുക്ത MLA-മാരും TVKയ്ക്ക് പുറത്തുനിന്നും പിന്തുണ നൽകുമെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കേവല ഭൂരിപക്ഷമില്ലാത്തതിൽ TVKയ്ക്ക് സർക്കാർ രൂപീകരിക്കുവാൻ അനുമതി നൽകില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിലപാടെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അണ്ണാ DMKയുടെ പ്രതികരണം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഡൽഹിയിലും ഫ്ലെക്സ് പോര്. VD സതീശന് വേണ്ടി ഡൽഹി കേരള ഹൌസിന് മുൻപിൽ ഫ്ലെക്സ്. VD സതീശന് വേണ്ടിയും ഡൽഹി കേരള ഹൌസിന് മുൻപിൽ ഫ്ലെക്സ് ബോർഡ്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന വാചകത്തോടെ ഡൽഹി കോൺഗ്രസ് മലയാളി കൂട്ടായ്മയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. നേരത്തെ KC വേണുഗോപാൽ അനുകൂല ഫ്ലെക്സ് മാത്രമായിരുന്നു കേരള ഹൌസിന് പുറത്ത് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഉപനേതാവും വേണം. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടുവാൻ CPI. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇടതുമുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടുവാൻ CPI തീരുമാനിച്ചു. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഉപനേതാവും വേണമെന്ന് ആവശ്യപ്പെടും. മുന്നണി നേതൃത്വം ഒരാളിലേക്ക് ചുരുങ്ങാതിരിക്കുവാനാണ് ആവശ്യം ഉന്നയിക്കുന്നത്. CPIയുടെ നിയമസഭാ കക്ഷി നേതാവായി K രാജനെ നിശ്ചയിച്ചു. P പ്രസാദിനെ നിയമസഭാ കക്ഷി ഉപനേതാവായും GR അനിലിനെ പാർട്ടി വിപ്പായും നിശ്ചയിച്ചു. KK വത്സരാജാണ് നിയമസഭാ കക്ഷി സെക്രട്ടറി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.